ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ? വെറൈറ്റി ചിക്കൻ കറിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ സാധാ നാടൻ ചിക്കൻ കറി. അപ്പം നമുക്ക് അതിനായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, സവാള, തക്കാളി, ഇത്രയാണ് വേണ്ടത്. ഞാൻ എപ്പോൾ ചിക്കൻ കറി വെച്ചിരുന്നാലും ചിക്കൻ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പിറ്റേന്ന് നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ നല്ല രീതിയിൽ മസാല അതിൽ പിടിച്ചിരിക്കും. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടിയും 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ല രീതിയിലൊന്ന് ആ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളും ഉള്ളിയും എല്ലാം നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ചിക്കനിൽ ഞാൻ കുറച്ച് മസാല യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്കി മസാല ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ.